6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ കാസ്കേഡ്സ് ഓഫ് ലൈഫ് അതിൽ നിന്നുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് എക്സ്പ്ലനേഷനും അതിൻ്റെ അകത്തുള്ള വിശദമായ നോട്ട്സും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് കാനോട്ട് ബി സീൻ ബൈ ദ നേക്കഡ് ഐ ക്യാൻ ബി ഒബ്സർവ്ഡ് ത്രൂ. നമുക്ക് നമ്മുടെ നേക്കഡ് ഐ എന്ന് വെച്ചാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത മൈക്രോ ഓർഗാനിസത്തിൻ്റെ സൂക്ഷ്മജീവികളെ നമ്മൾ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തുപയോഗിച്ചാണെന്ന്. ആൻസർ മൈക്രോസ്കോപ്പ്. എന്തുപയോഗിച്ചാണ്? മൈക്രോസ്കോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്മാൾ യൂണിറ്റ്സ് ഓഫ് ദി ബോഡി ഈസ് കാൾഡ്. നമ്മുടെ ശരീരത്തിലെ ചെറിയ ചെറിയ യൂണിറ്റ്സിനെ എന്താണ് പറയുന്നത്? ആൻസർ സെൽ. സെൽ അത് അല്ലെങ്കിൽ കോശങ്ങൾ എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓർഗാനിസംസ് വിത്ത് ഓൺലി വൺ സെൽ ഈസ് കാൾഡ്. ഒരു ഓർഗാനിസം, ഒരു ജീവിക്ക് ഒരേ ഒരു സെല്ലേ ഉള്ളുവെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേരിട്ട് പറയും? യൂണിസെല്ലുലാർ ഓർഗാനിസം, ഏകകോശ ജീവികൾ. ഒരു സെല്ല് മാത്രമേ ഉള്ളൂവെങ്കിൽ അതിനെ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും. അടുത്തത്, എക്സാമ്പിൾസ് ഓഫ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഏകകോശ ജീവികൾക്ക് കുറച്ച് എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? അമീബ, പാരമീഷിയം, യൂഗ്ലിന. ഏതൊക്കെയാണ്? അമീബ, പാരമീസിയം, യൂഗ്ലിന. അടുത്ത ക്വസ്റ്റ്യൻ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഹാവ് മോർ ദാൻ വൺ സെൽ ഇൻ ദെയർ ബോഡി. ഈ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് ഒന്നിൽ കൂടുതൽ സെൽസ് കാണും അവരുടെ ബോഡിയിൽ, അല്ലേ? ഒന്നിൽ കൂടുതൽ സെൽസ് ഒരു ബോഡിയിലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ജീവികളെ നമ്മൾ എന്ത് പറയുന്നു? മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നു. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്? അപ്പോൾ ഈ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഏതാ? അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. എല്ലാ അനിമൽസും എല്ലാ പ്ലാന്റ്സും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ഇനി ഓരോ അനിമലിൻ്റെ പേര്, ഇപ്പോൾ ഡോഗ്, ക്യാറ്റ്, അല്ലെങ്കിൽ കൗ, അങ്ങനെ ഹ്യൂമൻസ്, അങ്ങനെ ഓരോ അനിമലിൻ്റെ പേര്, അല്ലെങ്കിൽ ഗുവാവ, മാംഗോ ട്രീ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാലും അതൊക്കെ എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ കവറിംഗ് ഓഫ് ദ സെൽ. ഒരു സെല്ലിൻ്റെ കവറിംഗ് എന്നറിയപ്പെടുന്നത് എന്തുവാണെന്ന്? ഏതാണ് ഒരു സെല്ലിൻ്റെ കവറിംഗ് അല്ലെങ്കിൽ അതിൻ്റെ പുറമേയുള്ള ഭാഗം? ആൻസർ സെൽ മെംബ്രെയിൻ. എന്താണ്? സെൽ മെംബ്രെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സെൽ. ഒരു സെല്ലിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏത് പാർട്ടാണെന്ന്? ആൻസർ ന്യൂക്ലിയസ് ആണ് സെൻറ്റർ ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, ദ മെട്രിക്സ് പ്രസൻറ്റ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ. ഒരു സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഒരു മെട്രിക്സ് ഉണ്ടായിരിക്കും. മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു ദ്രാവകം നിറഞ്ഞിരിപ്പുണ്ട്. ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഒരു ദ്രാവകം നിറഞ്ഞിരിപ്പുണ്ട്. അതിന് പറയുന്ന പേരെന്താണെന്ന്. അപ്പോൾ ഈ ദ്രാവകത്തിന് പറയുന്ന പേരാണ് മെട്രിക്സ് എന്ന്. ഇവിടെ മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു ദ്രാവകം, അത്രേ ഉള്ളൂ മീനിങ്. ആൻസർ സൈറ്റോപ്ലാസം, കോശദ്രവ്യം. സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്നാണ് പറയുന്നത് സെല്ലിൻ്റെ അകത്തുള്ള മെട്രിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, ദ ബോഡി സൈസ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡി സൈസ് അല്ലെങ്കിൽ ശരീര വലിപ്പം എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്തിനെയാണെന്ന്? ഡാഷ് ഓഫ് സെൽസ് ഇൻ ഇറ്റ്സ് ബോഡി. അതിൻ്റെ ബോഡിയിലെ സെല്ലിൻ്റെ എന്തോ ആണ് വലിപ്പം, എണ്ണം, അങ്ങനെ പല പല ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വെച്ചോ. ഏതാ എഴുതേണ്ടത്? ഒരു ജീവിയുടെ ബോഡി സൈസ് എന്ന് വെച്ചാൽ ശരീര വലിപ്പം സെല്ലിൻ്റെ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? സെല്ലിൻ്റെ വലിപ്പമാണോ, സെല്ലിൻ്റെ എണ്ണമാണോ, സെല്ലിൻ്റെ നിറമാണോ, അങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ് ആൻസർ? ആൻസർ നമ്പർ ഓഫ് സെൽസിൻ്റെ എണ്ണം കൂടുന്തോറും ശരീരം വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പോൾ സെൽസിൻ്റെ നമ്പർ ഓഫ് സെൽസ് അല്ലെങ്കിൽ സെൽസിൻ്റെ എണ്ണം, കോശത്തിൻ്റെ എണ്ണത്തിനെയാണ് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡി സൈസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, ഈസ് ദെയർ എനി പാർട്ട് ഓഫ് ദി പ്ലാന്റ് സെൽ വിച്ച് ഈസ് നോട്ട് ദെയർ ഇൻ ആൻ അനിമൽ സെൽ. നമ്മുടെ പ്ലാന്റ് സെല്ലിൽ കുറേ പാർട്ടുണ്ട്, അനിമൽ സെല്ലിൽ കുറേ പാർട്ടുണ്ട്. ഇനി ഈ ഏതെങ്കിലും പ്ലാന്റ് സെല്ലിലുള്ളതും അനിമൽ സെല്ലിൽ ഇല്ലാത്തതുമായിട്ട് എന്തെങ്കിലും പാർട്ടുണ്ടോ എന്നാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. പ്ലാന്റ് സെല്ലിലുള്ളതും അനിമൽ സെല്ലിൽ ഇല്ലാത്തതുമായിട്ടുള്ള പാർട്ട് ഏതാണ്? ആൻസർ സെൽ വാൾ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ഏതൊക്കെയാണ്? സെൽ വാളും ക്ലോറോപ്ലാസ്റ്റും എന്ന് പറയുന്ന രണ്ട് പാർട്ടെന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിൽ മാത്രമുള്ളതും അനിമൽ സെല്ലിൽ ഇല്ലാത്തതുമാണ്. സെൽ വാൾ എന്ന് വെച്ചാൽ കോശഭിത്തി, ക്ലോറോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ ഹരിതകണം അറിയാലോ, നമ്മുടെ ഇലകൾക്കും ഒക്കെ പച്ച കളർ കൊടുക്കുന്ന വർണ്ണവസ്തു ആണ് ഈ ഹരിതകണം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതിൽ മാത്രമേ ക്ലോറോപ്ലാസ്റ്റ് ഏതിൽ മാത്രമേ ഉള്ളൂ? സസ്യങ്ങളിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റും പിന്നെ സെൽ വാൾ എന്ന് പറയും, കോശഭിത്തി, അതും സസ്യങ്ങളിൽ മാത്രം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, കമ്പയർ പ്ലാന്റ് സെൽ ആൻഡ് അനിമൽ സെൽ. അനിമൽ സെല്ലിനെയും പ്ലാന്റ് സെല്ലിനെയും നമ്മൾ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ താരതമ്യം ചെയ്യുക. ഇവിടെ നോക്കിയോ 2 ബോക്സ് ഉണ്ട്, പ്ലാന്റ് സെൽ അനിമൽ സെൽ എന്നിങ്ങനെ 2 ബോക്സ് ഉണ്ട്. ഓരോന്നിൻ്റെയും പ്രത്യേകതകളാണ് ഓരോ ബോക്സിൽ എഴുതിയിരിക്കുന്നത്. പ്ലാന്റ് സെല്ലിൽ ന്യൂക്ലിയസ് പ്രസൻറ്റ്, ന്യൂക്ലിയസ് ഉണ്ട്. അനിമൽ സെല്ലിലും ന്യൂക്ലിയസ് പ്രസൻറ്റ് ഉണ്ട്. അടുത്ത പ്ലാന്റ് സെല്ലിൽ ക്ലോറോപ്ലാസ്റ്റ് പ്രസൻറ്റ്. പ്ലാന്റ് സെല്ലിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ഹരിതകണം ഉണ്ട്. പക്ഷേ നമ്മുടെ അനിമൽ സെല്ലിലുണ്ടോ? ഇല്ല. അനിമൽ സെല്ലിൽ ക്ലോറോപ്ലാസ്റ്റ് ആബ്സെൻ്റ് ആണ്. അടുത്തത് പ്ലാന്റ് സെല്ലിൽ സൈറ്റോപ്ലാസം പ്രസൻറ്റ്, അനിമൽ സെല്ലിലും സൈറ്റോപ്ലാസം ഉണ്ട്. പിന്നെ പ്ലാന്റ് സെല്ലിൽ സെൽ വാൾ പ്രസൻറ്റ്, എന്നാൽ അനിമൽ സെല്ലിലാണെങ്കിലോ സെൽ വാൾ ആബ്സെൻ്റ് ആണ്. അടുത്ത സെൽ മെംബ്രെയിൻ പ്രസൻറ്റ് ഇൻ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൽ സെൽ മെംബ്രെയിൻ ഉണ്ട്, അതായത് കോശസ്തരം. അനിമൽ സെല്ലിലും അതേപോലെ കോശസ്തരം സെൽ മെംബ്രെയിൻ ഉണ്ട്. അടുത്തത് പ്ലാന്റ് സെല്ലിൽ ലാർജ് വാക്യൂൾ പ്രസൻറ്റ്. ഈ പ്ലാന്റ് സെല്ലിൽ വാക്യൂൾ എന്ന് വെച്ചാൽ ഫേനം എന്ന് പറയും കേട്ടോ. ആ ഒരു പ്ലാന്റ് സെല്ലിൻ്റെ അകത്തുള്ള ഒരു വസ്തുവാണ് ഈ ഫേനം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ് സെല്ലിൽ വലിയ ഫാനാണുള്ളത്, അപ്പോൾ ലാർജ് വാക്യൂൾ ആണ്. എന്നാൽ അനിമൽ സെല്ലിലാണെങ്കിലോ സ്മോൾ വാക്യൂൾ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് സെല്ലിൽ ലാർജ് വാക്യൂൾ എന്ന് എഴുതുക, അനിമൽ സെല്ലിൽ സ്മോൾ വാക്യൂൾ എന്ന് എഴുതുക. ന്യൂറോൺസ്, മസിൽ സെൽസ്, ബ്ലഡ് സെൽസ് എക്സെട്ര ഫൗണ്ട് ഇൻ ഡാഷ് സെൽസ്. ന്യൂറോണുകൾ, പിന്നെ മസിൽ സെൽ പേശീകോശങ്ങൾ, ബ്ലഡ് സെൽ രക്തകോശങ്ങൾ, ഇവയൊക്കെ കാണപ്പെടുന്നത് ഏത് തരം സെൽസിലാണ്? അനിമൽ സെല്ലിലാണോ പ്ലാന്റ് സെല്ലിലാണോ ഇതൊക്കെ കാണപ്പെടുന്നത്? അറിയാലോ, അനിമൽ സെല്ലിലാണ് ഇതൊക്കെ കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഗോഡ് സെൽസ് ആർ ഫൗണ്ട് ഇൻ ഡാഷ് സെൽസ്. ഗോഡ് സെൽസ് അല്ലെങ്കിൽ കാവൽ കോശങ്ങൾ കാണപ്പെടുന്നത് ഏത് സെല്ലിലാണ്? ആൻസർ പ്ലാന്റ് സെൽ. സസ്യകോശങ്ങളിലാണ് ഗോഡ് സെൽസ് അല്ലെങ്കിൽ കാവൽ കോശങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ.